സജി ചെറിയാൻ മന്ത്രി നമ്മുടെ മാതാ അമൃതാനന്ദമയ്യെ ആശ്ലേഷിച്ചു, അമ്മയുടെ മൂർധാവിൽ ചുംബിക്കുകയും ചെയ്തു. അപ്പോൾ അമ്മയുമായിട്ടുള്ള ഈ ഫോട്ടോയൊക്കെ വലിയ തോതിൽ പ്രചരിച്ചു. അത് CPM-നെ വിമർശിച്ചും കളിയാക്കിയും ഒക്കെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ പി ജയരാജൻ്റെ മകൻ ജെയിൻ ജയരാജ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു, വലിയ ഡെക്കറേഷനൊന്നും വേണ്ട, സുധാമണി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അമ്മയെ അപമാനിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്. ഈ പറയുന്ന ഇതാദ്യമായിട്ടല്ലല്ലോ, കമ്മ്യൂണിസ്റ്റുകൾ നിരന്തരമായി മാതാ അമൃതാനന്ദമയ്യയുടെ പൂർവാശ്രമത്തിലെ പേരും ജാതിപ്പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇങ്ങനെ അപഹസിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ശരിക്കും ഇപ്പോൾ ഉണ്ടാക്കി ഒന്നാമത്തെ ഈ നിലപാട് ശരിയാണോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. രണ്ടാമത്, ഇവരുടെ നിലപാട് മാറ്റം ഇപ്പോൾ എന്തുകൊണ്ടാണ് അമ്മയൊക്കെ ചേർത്ത് നിർത്താനായിട്ട്? അമ്മയെ ആക്രമിച്ച ഒരു പ്രസ്ഥാനമാണത്. കൈരളി TV എന്താണ് ചെയ്തതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വരുന്നത്? ഈ സംഭവത്തിന് 2-3 തരത്തിലുള്ള പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ അമ്മയോട് അല്ലെങ്കിൽ മാതാമൃതാനന്ദമയി ദേവിയോട് ഉള്ള CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സമീപനം എന്താണ്? പരമ്പരാഗതമായി സ്വീകരിച്ചു വന്ന സമീപനം എന്ന് പറഞ്ഞാൽ വളരെ ഭൂതകാലത്തൊന്നും അല്ലല്ലോ, വളരെ വിദൂര ഭൂതകാലത്തൊന്നുമല്ല, സമീപ ഭൂതകാലം വരെ നമ്മൾ കണ്ടതാണ്. CPM ആൾദൈവങ്ങൾക്കെതിരാണ്. ദൈവങ്ങൾക്ക് തന്നെ എതിരായിരുന്ന ഒരു കാലത്ത് നിന്ന് ആൾദൈവങ്ങൾക്കെതിരാണ് ഇപ്പോൾ. കാരണം ആൾദൈവങ്ങൾക്കെതിരാണ്. മാത്രമല്ല, മാതാമൃതാനന്ദമയിയെ തന്നെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ ആശ്രമത്തെയും അവരുടെ രീതികളെ, അവരുടെ ജാതിയെ പോലും, അതിപ്പോൾ CPM അറിഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ. എന്തായാലും CPM-ൻ്റെ ഈ സൈബർ പോരാളികളും അല്ലാത്തവരുമൊക്കെ അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നത് എന്തോ ഒരു മോശം കാര്യമാണ്. ഒരു മുക്കുവ സ്ത്രീ ആത്മീയ രംഗത്തേക്ക് വരിക എന്ന് പറയുന്നത് എന്തോ മോശം കാര്യമാണ് എന്ന രീതിയിൽ ഉണ്ടായിരുന്നു അവരെ ആക്ഷേപിക്കാൻ. 2, അവരുടെ ആശ്രമത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ വലിയ തോതിൽ ചോദ്യം ചെയ്തിരുന്നു. 3, അവരുടെ ആശ്രമത്തിനകത്ത് ക്രിമിനൽ കുറ്റങ്ങൾ നടക്കുന്നു. ഓർമ്മയില്ലേ? സത്നാം സിംഗ് എന്നോ ഒരു പയ്യൻ ബീഹാർ എന്നോ എങ്ങോട്ട് വന്ന് അവിടെ ഒരുതരം മനോരോഗികളൊക്കെ വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ കൊല്ലപ്പെട്ട സംഭവം, അതിനെ തുടർന്ന് നിരന്തരമായ കൊലപാതകങ്ങൾ ആശ്രമത്തിനകത്ത് നടക്കുന്നു എന്ന തരത്തിലുള്ള വലിയ നെറേറ്റീവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരത്തിൽ മലയാളത്തിൽ ചില സിനിമകളും വന്നിട്ടുണ്ട് അമ്മയെ പരോക്ഷമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. 4-മത്തെ കാര്യം, ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ഡ്രഗ് മാഫിയ ഉൾപ്പെടെയുള്ള ആഗോള ഈ മാഫിയയുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിൻ്റെ സോഴ്സും സ്രോതസ്സും ഒക്കെ ആയിട്ട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക കുറ്റവാളിയായിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെയാണ് ആൾദൈവം ദൈവമാണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ ക്യാമ്പയിൻ. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നവോത്ഥാന ദൗത്യം എന്ന നിലയിൽ ആൾദൈവങ്ങൾക്കെതിരായുള്ള അധിക്ഷേപം, ഇതൊക്കെ നടന്നു വന്നതാണ്, നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഒന്ന്, ആശയപരമായി നിങ്ങൾ എങ്ങനെയാണ് ആൾദൈവങ്ങളെ ഇപ്പോൾ സമീപിക്കുന്നത്? ആൾദൈവം എന്ന അവരുടെ വാക്ക് തന്നെ എടുത്ത് പ്രയോഗിച്ചാൽ ആൾദൈവങ്ങളൊക്കെ ഇപ്പോൾ യഥാർത്ഥ ദൈവങ്ങളായിട്ട് മാറിയോ? 2, യഥാർത്ഥ ദൈവങ്ങളെ നിങ്ങൾ മറ്റു ദൈവങ്ങളെ കൂടെ, അത് എന്താ ഇപ്പോൾ വ്യത്യാസമുള്ളത് ആൾദൈവവും യഥാർത്ഥ ദൈവങ്ങളും തമ്മിൽ? ഒന്ന് കാണുന്നു, അല്ലെങ്കിൽ മറ്റേത് അദൃശ്യമാണ്. അദൃശ്യമായ ദൈവങ്ങളെ പോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് സാധാരണ മനുഷ്യരായിരുന്ന പലരും ആത്മീയമായ സിദ്ധി ഉണ്ടായിരുന്ന, ആത്മീയമായ ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയാണ് മരിച്ചു കഴിയുമ്പോൾ ദൈവങ്ങളായത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അപ്പോൾ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ആശയവാദത്തോട് നിങ്ങൾക്കുള്ള ഭൗതികവാദത്തിൻ്റെ സമീപനം എന്താണ്? അതോ മാർക്സിസം പൂർണ്ണമായും CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ, CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആശയവാദം കൈക്കൊണ്ടോ? അതോ ഭൗതികവാദം പൂർണ്ണമായി ഉപേക്ഷിച്ചോ? കുറേ തുടങ്ങിയ പ്രശ്നങ്ങൾ ആശയപരമായിട്ടുണ്ട്. 2-മത്തെ കാര്യം, അവസരവാദപരമായ നിലപാട് എന്തുമാത്രം പരിഹാസ്യമാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോഴത്തെ പ്രശ്നം 2ആണ്. ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നേടാൻ എല്ലാതരം വിശ്വാസങ്ങളെയും, അത് ആൾദൈവമായാലും അദൃശ്യ ദൈവമായാലും ചേർത്ത് പിടിക്കുക എന്നൊരു നയം സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞതിനെ നിങ്ങൾ തന്നെ തള്ളി പറയുമ്പോൾ, വിഴുങ്ങിക്കളയുമ്പോൾ ഉണ്ടാകുന്ന പരിഹാസ്യം വളരെ ഭീകരമാണ്. അമ്മ ആളുകളെ ആശീർവദിക്കുന്നതോ ആലിംഗനം ചെയ്യുന്നതൊക്കെ പരിഹസിച്ചുകൊണ്ട് എത്ര നാടകങ്ങൾ, പൊറാട്ട് നാടകങ്ങൾ, പരിഹാസങ്ങളൊക്കെ അരങ്ങേറി. ആ അമ്മയാണ് ഇന്നലെ കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി പോയി ആലിംഗനം ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ. ആലിംഗനം ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ സംശയം എന്താണെന്ന് വെച്ചാൽ, അമ്മ സജി ചെറിയാനെ ആലിംഗനം ചെയ്യണോ? സജി ചെന്നിട്ട് അമ്മയെ ആലിംഗനം ചെയ്യണോ? അമ്മയുടെ തലയിൽ പോയി ആലോചിച്ച് നോക്കൂ. ആരെയാണ് സാധാരണ ഇതിൽ അമ്മമാർ നമ്മുടെ തലയിലാണ് ചുംബനം തരിക. ഇതിപ്പോൾ സജി ചെറിയാൻ അമ്മയെക്കാളും വലിയ
അച്ഛനായി ചെന്ന് മുത്തം കൊടുക്കുകയാണ്. ഈ എന്തൊക്കെ പരിഹാസ്യമായ ദൃശ്യങ്ങൾ കാണണം. കാരണം എന്താണ് ചെയ്യേണ്ടത് എന്ന് ആത്മാർത്ഥമായിട്ട് പോകുമ്പോൾ അല്ലേ നമ്മുടെ മനസ്സിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ജെന്യുവിനായിട്ട് ചെയ്തു പോവുക. ഇത് കാണിക്കാൻ പോകുമ്പോൾ, ഷോക്ക് പോകുമ്പോൾ ക്യാമറയുടെ മുമ്പിൽ എന്തെങ്കിലും കാണിക്കണ്ടേ, അതാണ് ചെയ്യുന്നത്. മാത്രമല്ല ആ പോയ സന്ദർഭം ആലോചിച്ച് നോക്കൂ. അമ്മയുടെ പിറന്നാൾ ദിനത്തിന് പോയാൽ നമുക്ക് എന്നാൽ പിന്നെ പച്ചക്ക് അങ്ങനെ പറഞ്ഞു പോയിക്കൂടെ. അമ്മയുടെ പിറന്നാളിന് ലോകമെങ്ങുമുള്ള ആരാധകർ വരുന്നുണ്ട്, ഭക്തജനങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളും പോകുന്നു, ആ കൂട്ടത്തിൽ ഭക്തജനങ്ങളോടൊപ്പം ഞങ്ങളും അലിഞ്ഞു ചേരുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞൂടെ. അതിന് പകരം പോയത് എന്തിനാണെന്നറിയാം? സാംസ്കാരിക മന്ത്രി പോയത് അമ്മയാണത്രേ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ച ആദ്യത്തെ ആൾ. ഐക്യരാഷ്ട്രസഭയിൽ എന്താ കേസ്? ഐക്യരാഷ്ട്രസഭയിൽ ഒരാൾ പോകുന്നു അമ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്, അവരുടെ മാനിച്ചുകൊണ്ട് അവരെ ഐക്യരാഷ്ട്രസഭയിലേക്ക് ക്ഷണിക്കുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നു. അമ്മയ്ക്ക്, പാവം അമ്മയ്ക്ക് മലയാളത്തിലേ സംസാരിക്കാൻ അറിയുള്ളൂ, അവരവരുടെ ഭാഷയിലല്ലേ സംസാരിക്കേണ്ടത്. അതിലെ ആദരിക്കാൻ എന്തിരിക്കുന്നു? അപ്പോൾ ഇനിയോ ആയിക്കോട്ടെ, മലയാളത്തെ ആദരിക്കാനാണ് അത്ര. അങ്ങനെയാണെങ്കിൽ എന്തേയാവോ ഇത്ര കാലം താമസിച്ചത്? ഇന്നും ഇന്നലെയല്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പാണെന്ന കാര്യമല്ലേ. ഇപ്പോൾ ആദരിക്കാൻ പോകുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ ഇതൊക്കെ ഒരു ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. ചോദ്യം ചോദിക്കുന്ന നമ്മളൊക്കെ വെറുതെ പൊട്ടന്മാരാവുക എന്നല്ലാതെ അതിൻ്റെ കളി അങ്ങനെ നടക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. വേറൊരു തമാശ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ ആശ്രമമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണെന്നറിയോ? മാതാമൃതാനന്ദമയ്യയുടെ ആശ്രമത്തിനും ആൾദൈവങ്ങൾക്കൊക്കെ എതിരായിട്ട് കേരളമാകെ DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിയൊരു കാലം എനിക്ക് ഓർമ്മയുണ്ട്. ആ കാലത്ത് ഞാൻ കണ്ട ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ്. ആ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരാൾ ഇന്നത്തെ മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. പക്ഷേ അതേ കാലത്ത് ഞാൻ കണ്ടിരുന്ന കൗതുകം നിറഞ്ഞൊരു കാഴ്ച, ഈ അമ്മയുടെ അമൃത സ്ഥാപനത്തിൽ, അമൃത കോളേജിൽ കയ്യും കാലും പിടിച്ച് ഒരു സീറ്റ് വാങ്ങാൻ പിണറായി വിജയൻ തലയിൽ തലയിൽ മുണ്ടിട്ട് പോയി. നമുക്ക് അത്ഭുതപ്പെട്ടിരുന്നു, എങ്ങനെയാണ് അമൃതയിൽ വീണ വിജയൻ പഠിക്കുന്നത്? അപ്പോൾ അതിൻ്റെ കഥ പിന്നീട് ബെർലിൻ കുഞ്ഞൻ നായർ എഴുതിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബെർലിനോട് കയ്യും കാലും പിടിച്ച് നമുക്കൊന്ന് പോകണ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് സീറ്റ് വാങ്ങി. സീറ്റ് വാങ്ങുമ്പോൾ എന്താ ചോദിക്കുന്നത് വെച്ചാൽ, ഇവിടെ എൻട്രൻസ് എഴുതണം എന്നൊരു മര്യാദയുണ്ട്, അതെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയ്യോ, എൻട്രൻസ് എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എൻട്രൻസ് വെറുതെ പേരിനെങ്കിലും എഴുതി നോക്കാനുള്ള യോഗ്യതയും കൂടി ഇല്ലാത്ത ഒരു കുട്ടിയാണ് പിന്നെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ബിരുദധാരിയൊക്കെ മാക്കി. അവരാണ് ഇപ്പോൾ പേര് കേട്ട ബിസിനസ്സുകാരിയായിട്ട് മാറുന്നത്. ആലോചിച്ച് നോക്കൂ. അടിസ്ഥാന യോഗ്യതയില്ലാത്ത ആളുകളാണ്. ഏത് കാലത്ത്? അമ്മയ്ക്കെതിരായി തെരുവിൽ മുദ്രാവാക്യം മുഴക്കുക, അതിനുവേണ്ടി സ്വന്തം അണികളെ കയറൂരി വിട്ട പിണറായി വിജയൻ തന്നെയാണ് സ്വന്തം മോൾക്ക് സീറ്റ് കിട്ടാൻ അമ്മയുടെ കാല് പിടിക്കാൻ പോകുന്നത്. ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. വോട്ട് ബാങ്കിൻ്റെ കാര്യത്തിലും അതാണ് ഇതിൻ്റെ അത്ഭുതകരമായൊരു കാര്യം. ഞാൻ ഈ മുഹമ്മദ് റിയാസും വീണ വിജയനും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ നമുക്കിപ്പോൾ ജാതിയും മതവും ഒരു ഇഷ്യൂ അല്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ഇഷ്യൂ ആവാനും പാടില്ല. തീർച്ചയായിട്ടും മുസ്ലിമായ മുഹമ്മദ് റിയാസ് രണ്ടാം ഘട്ടമായിട്ടെങ്കിലും വീണ വിജയനെ തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് യാതൊരു വിരോധമില്ല. അതിൻ്റെ രാഷ്ട്രീയം എന്തായിക്കൊള്ളട്ടെ. ചോദ്യം ഇതാണ്, ആ രാഷ്ട്രീയത്തിൽ എവിടെയാണ് ആദർശപരമായ യോജിപ്പ്? ആൾദൈവങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നവനും ആൾദൈവങ്ങളുടെ പാദസേവ ചെയ്ത് വിദ്യാഭ്യാസം നേടുന്നവരും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോവുക? ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളില്ലേ. ഈ ഒരു വൈരുദ്ധ്യം തന്നെയാണ് കേരളം അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ അമ്മയ്ക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. അമ്മയുടെ ഒരു സങ്കല്പം അനുസരിച്ച് എല്ലാ മഹാഭാവികളെയും വന്നാൽ ആലിംഗനം ചെയ്യുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ചെയ്യുന്ന മഹാഭാവം പോലും ആത്മാർത്ഥമല്ലെങ്കിൽ അതിന് ജനാധിപത്യത്തിൽ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. ഇവരീ കാണിക്കുന്ന നാടകം ആര് വിശ്വസിക്കാനാണ്? ശബരിമലയിൽ കാണിക്കുന്നത് പോലെയുള്ള വൈരുദ്ധ്യം തന്നെയല്ലേ? അതേ വൈരുദ്ധ്യമാണല്ലോ അമ്മയുടെ അടുത്തും കാണിക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ ജനങ്ങളോട് തുറന്നു പറഞ്ഞാൽ കൊള്ളാം, ഇതൊക്കെ പറയാൻ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ CPM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ഇത് പറയും. കാരണം കാലം വൈകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഒരുപാട് വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടാവും. അതാണ് വ്യത്യാസം. അപ്പോൾ അഷ്ടമുടിക്കായലിലൂടെ വെള്ളം അങ്ങനെ ഒലിച്ച് പോയി ഏതാണ്ട് വരണ്ട് പോകുമ്പോഴായിരിക്കും ഇവർ തിരുത്തുക, അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയുക. എല്ലാ കാര്യത്തിലും അതുണ്ടായിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അതുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യം നേടിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഫാസിസമാണ് എന്ന് പറയുന്ന കാര്യത്തിൽ അതുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാ കാര്യത്തിലുണ്ട്. ഗാന്ധിയോടുള്ള സമീപനത്തിൽ ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനോടുള്ള സമീപനത്തിലുണ്ടായിട്ടുണ്ട്, RSSനോടുള്ള സമീപനത്തിലുണ്ടായിട്ടില്ല. ഇതൊക്കെ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെ നമുക്ക് സ്ഥായിയായിട്ട് എടുക്കണ്ട.
തൽക്കാലം നമ്മുടെ മുമ്പിലുള്ളത് കാണുക, എന്നിട്ട് കാത്തിരിക്കുക. അന്തിമമായി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാൻ കാലം സമയം തരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.